ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമുക്ക് ഓണമൊക്കെ അല്ലേ വരുന്നത്. ഞാൻ ഇന്നൊരു അവിയൽ വെക്കാൻ എടുത്തേ. അപ്പം ഞാൻ ഓർത്തു നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചു തരാം. അവിയൽ ഞാൻ 2-3 പ്രാവശ്യം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, 1-2 പലതരത്തിലുള്ള അവിയൽ. പക്ഷേ ഈ അവിയലെല്ലാം വെക്കുമ്പോൾ അവിയലെന്ന് പറയുന്നത് എല്ലാം കൂടെ കിട്ടാൻ അവിയലിന് പ്രത്യേകം ഇഷ്ടമുണ്ട്. അത് ചേർത്ത് അവിയൽ വെച്ചാൽ ആ പെർഫെക്റ്റായ അവിയൽ കിട്ടത്തുള്ള ടേസ്റ്റും എല്ലാം ചേർന്ന് ആ കഷ്ണമെല്ലാം ഒരുപോലെ ഇരിക്കും. പിന്നെ ആദ്യം നമ്മൾ ചേർക്കേണ്ട ചേന. ഇതിപ്പോൾ ഒരു 1/2 കിലോ ചേന. അത് കഴിഞ്ഞ് നമുക്ക് ചേർക്കേണ്ട പടവല. ഇത് 500 ഗ്രാം ഉണ്ടെങ്കിൽ ഇതൊരു 300 ഗ്രാമോളം ചേർത്താൽ മതിയാവും. അപ്പം ചേനയായി, പടവലങ്ങയായി. ഇനി ഒരു വഴുതനങ്ങ. വെള്ളരിക്ക ഒത്തിരി ചേർക്കണ്ട, കൂടുതൽ വെള്ളമാവുക അവിയലിനകത്ത്. ഇതെല്ലാം വെള്ളമാണല്ലോ കൂടുതൽ. അപ്പം ഒരു വെള്ളരിക്കയായിരുന്നു, ഞാനിന്നത് പകുതി സാമ്പാറിനെടുത്തു. ബാക്കി വെള്ളരിക്ക. ഒരു ക്യാരറ്റ്, ചെറുതാണെങ്കിൽ 2 ക്യാരറ്റ് ചേർക്കും. ഇത് നല്ല വണ്ണമുള്ള ക്യാരറ്റ്, അപ്പോൾ ഒരു ക്യാരറ്റ്. ഇനിയാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഏത്തക്ക, പച്ച ഏത്തക്ക. ചെറിയ സൈസ് നാടൻ കഴുകി വാരി വെള്ളം ഊറാൻ പറ്റണം. അല്ലെ നമ്മൾ വെള്ളം അതിനകത്തോട്ട് പിന്നെ ഒഴിക്കുമ്പോൾ പച്ചക്കറിക്കകത്തെ വെള്ളം ഉണ്ടെങ്കിൽ അത് രണ്ടും കൂടി വേറെ വെള്ളമാകും. അപ്പം നമ്മൾ കഴുകിയ വെള്ളം എല്ലാം വാല വെക്കുന്ന പാത്രം, ഞങ്ങളുടെയൊക്കെ അവിടെ നിന്ന് വാല വെക്കുക എന്ന് പറയുന്നത് ഇങ്ങനെ കിട്ടുപാത്രമില്ല, അതിൽ വെച്ച് ആ കഷ്ണത്തിൽ വെള്ളം എല്ലാം നന്നായിട്ട് കഴിഞ്ഞ് പച്ചമുളക് വേറെ കഴുകിയിട്ട് അതിനകത്തൊരു 5-6 പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച്, വേറെ നമ്മൾ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഒരു 5-6 പച്ചമുളക് ചേർക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ ഇതിന് ചേർക്കാൻ പറ്റും കോവയ്ക്ക, ഒരു 5-8 കോവയ്ക്കയും കൂടെ അരിഞ്ഞിടുക. നമ്മൾ തേങ്ങ ചതയ്ക്കുമ്പോഴും ഇപ്പം ഞാൻ എടുത്തേക്കുന്ന ഇത്രയുള്ള ഒരു തേങ്ങ, വലിയ തേങ്ങ വേണ്ട. പിന്നെ വലിയ തേങ്ങ ചേർത്താൽ ഈ അവിയലിന് തേങ്ങയുടെ രുചിയാവും. അവിയലിൻ്റെ രുചിയും വേണം. അവിയലിൻ്റെ ഏറ്റവും പ്രധാന പച്ച തേങ്ങ, പച്ച വെളിച്ചെണ്ണ, പച്ച കറിവേപ്പില. ഇത് ലാസ്റ്റ് നമ്മൾ ചേർക്കുമ്പോൾ അത് അവിയലിൻ്റെ ടേസ്റ്റ് വരും. അപ്പം ഇത്രയുള്ള ഒരു തേങ്ങ ഇത്രയും അവിയൽ കഷ്ണത്തിന് ചേർക്കാം. പിന്നെ നല്ല നാടൻ കറിവേപ്പില ചേർത്ത് വേണം. ആദ്യം നമ്മൾ വെക്കുമ്പോഴേ ഇച്ചിരി കറിവേപ്പില ചേർക്കണം. പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കുന്നതിന് മുമ്പ് പച്ചക്കറിവേപ്പില ഇട്ട് ആ ചൂടോട് വേണം വെളിച്ചെണ്ണ ഒഴിക്കാൻ. ഇനി നമുക്ക് നമ്മുടെ മുരിങ്ങയ്ക്ക ആദ്യം കഷ്ണത്തിൻ്റെ കൂടെ ഇടല്ലേ. കഷ്ണം 1/4 വേവാകുമ്പോൾ അല്ലെ 1/2 ഭാഗം വേവാകുമ്പോൾ ഇത് കഴുകി, അത് അരിഞ്ഞ് കഴുകി അതിനകത്ത് ചേർക്കുക. തേങ്ങ ചതയ്ക്കുമ്പോൾ ആ തേങ്ങയുടെ കൂടെ ഒരു 2 പച്ചമുളകും ജീരകവും മാത്രം ചതയ്ക്കുക. ഉള്ളി ഒന്നും ചതയ്ക്കാൻ. മഞ്ഞൾപ്പൊടിയും സ്വല്പം ഒരു 1/4 ടീസ്പൂൺ, 1/4 തൊട്ട് 1/2 വരെയാകാം ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി മുളക് പൊടിയും കൂടെ ചേർത്ത് വേണം. നമ്മൾ പറഞ്ഞതിൻ്റെ സമ്മറി ഇത്രയേ ഉള്ളൂ. എല്ലാ കഷ്ണങ്ങളും ഈ എടുത്തിരിക്കുന്ന കഷ്ണങ്ങൾ എല്ലാം ഒന്ന് അരിഞ്ഞെടുത്ത് ഒരു ആവശ്യമുള്ള വെള്ളം, ഒത്തിരി വെള്ളം വെക്കല്ല, ഒരു കപ്പ് വെള്ളം വെച്ചാൽ മതിയായിരിക്കും. ഇതിനകത്ത് നല്ലതായിട്ട് വെള്ളമുണ്ട്, പടവലങ്ങയ്ക്കകത്തും വെള്ളരിക്കയ്ക്കകത്തും. അത് വെന്ത് പകുതി ആകുമ്പോഴത്തേനും മുരിങ്ങയ്ക്ക ചേർക്കുക. ഇനി ഞാനിവിടെ പുളിക്ക് എപ്പോഴും അവിയലിന് ചേർക്കാറുള്ള തൈര്. അപ്പം കഷ്ണം നമ്മുടെ ആ പരുവുണ്ടല്ലോ, ചിലർക്ക് ഒത്തിരി നന്നായിട്ട് വേകണം, ചിലർക്ക് ഒരു 1/4 വെന്താൽ മതി. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ആ വെന്ത് വരുമ്പോൾ അതിനകത്ത് തൈരും ഉപ്പും കൂടെ ചേർക്കുക. തൈരും ഉപ്പും കൂടെ ചേർത്ത് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ തേങ്ങ ചതച്ചത്, തേങ്ങയും പച്ചമുളകും ജീരകം ചേർക്കണം കേട്ടോ. ഞാൻ മുമ്പേ പറയാൻ ജീരകം വിട്ടുപോയി. തേങ്ങയും പച്ചമുളകും ജീരകവും കൂടെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിടാക്കി നല്ല ടേസ്റ്റ് ആയിരിക്കും. ചതയ്ക്കുക, മിക്സിയുടെ പൾസ് ബട്ടൺ കൊണ്ട് 1 പ്രാവശ്യം അടിച്ചാൽ. എന്നിട്ട് അത് ഈ അവിയലിനകത്ത് ചേർക്കുക.
ചേർത്ത് ഒരു 2 സെക്കൻഡ് നന്നായിട്ടൊന്ന് ചൂട് കയറുക. ചൂട് കയറി കഴിയുമ്പോൾ നമ്മുടെ ഈ കറിവേപ്പില ഇടുക, പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക. സൂപ്പർ അവിയൽ കിട്ടും. എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമായിരിക്കും, പക്ഷെ ബാച്ചിലേഴ്സിനും പിന്നെ ഈയിടെ പുതിയ ഇപ്പം കല്യാണം കഴിച്ച് ജീവിതം തുടങ്ങിയവർക്കൊക്കെ അവർക്ക് അറിയത്തില്ലായിരിക്കും. നേരത്തെ എപ്പോഴും കുക്ക് ചെയ്യുന്നവർക്കൊക്കെ അറിയാമായിരിക്കും. ഇങ്ങനെ ഒന്ന് അവിയൽ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഓക്കെ, ബൈ ബൈ.